നമസ്കാരം. RVSൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സെമസ്റ്റർ 4ൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോ ആഡ് ചെയ്തതിൽ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ബി ആൻഡ് സിക്ക് നമുക്ക് സെയിം സിലബസ് ആണ് ഫസ്റ്റ് 3 മോഡ്യൂളെന്ന്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഞാൻ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സിലബസാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് എടുത്തേക്കുന്നത് ഡേവൂർ JLൻ്റെ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ന്യൂമറിക്കൽ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിനാണ്. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് നിങ്ങളുടെ 2019 സ്കീമിൽ പഠിച്ച ചേട്ടനും ചേച്ചിമാരും പഠിച്ച ടെക്സ്റ്റ് ബുക്കും സെയിം. അവരുടെ 8th എഡിഷനായിരുന്നു. 8th എഡിഷൻ എന്ന് പറഞ്ഞിട്ട് വലിയ ചേഞ്ചൊന്നും ഇല്ല. ഈവൻ സെഷൻ പോലും സെയിം ആയിട്ട് തന്നെയാണുള്ളത്. 2 ടെക്സ്റ്റ് ബുക്കും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, അവരുടെ വീഡിയോസ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ വീഡിയോസിൽ ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ 2019 പല കാര്യങ്ങളും പറയും. അപ്പം ടെൻഷൻ ആവരുത്, സെയിം കണ്ടൻറ്റാണ്. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള മിക്ക ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് ഇതേ ടൈപ്പ്. പിന്നെ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ എക്സാമിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യനിൽ കഥ മാറ്റിയിട്ടായിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കാം. അത് നമ്മൾ മഴ പെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളൊരു ബസ് വരുന്ന കാര്യം പറയുകയാണെങ്കിൽ പരീക്ഷ ചിലപ്പോൾ ചോദിക്കുന്ന ട്രെയിനിൻ്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൻ്റെ കാര്യമായിരിക്കും. ഇന്ന് മഴ പെയ്യോ നാളെ മഴ പെയ്യോ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും. ഒരു കുട്ടി ജനിക്കുന്നതിനെക്കുറിച്ചായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെ പുതിയ കുപ്പായം ഇട്ടായിരിക്കും എക്സാമിന് നമ്മളെ മുന്നിൽ വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സാധാരണ പാനിക് ആവാറുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പ്രോബബിലിറ്റി ഭയങ്കര ടഫായിട്ട് തോന്നുന്നത്. പഠിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പരീക്ഷയ്ക്ക് എഴുതി കഴിയുമ്പോഴേക്കും അയ്യോ ഭയങ്കര സമയം എടുത്തു, ഞങ്ങൾക്ക് സമയം തന്നില്ല എന്നൊക്കെ കുഞ്ഞുങ്ങൾ എപ്പോഴും പറയാൻ കാരണം, ഈ ഒരു നമ്മൾ ചെയ്ത സെയിം പാറ്റേൺ ആണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ പുതിയൊരു കഥയല്ലേ വരിക. അപ്പോൾ ആ കഥയിൽ നിന്ന് ഇത് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുന്ന സമയമാണ്. അപ്പം മിക്ക ക്വസ്റ്റ്യനും എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഞാൻ പറയുന്ന എക്സ്പ്ലനേഷനെ കേൾക്കാൻ നിൽക്കരുത്. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം വായിച്ച് മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്ത് അത് കുറേ ഇനിഷ്യൽ സ്റ്റെപ്സ് എഴുതാൻ ശ്രമിക്കാം. എന്നിട്ട് എവിടെയെങ്കിലും സ്റ്റക്ക് ആകുമ്പോൾ മാത്രം ആ വീഡിയോയിൽ ഞാൻ എന്താ പറയണതെന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. +2 നമ്മൾ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ടല്ലേ? ആ പ്രോബബിലിറ്റിയുടെ ബേസിക് ഡെഫിനിഷൻ മാത്രം നിങ്ങളിവിടെ കൂടെ കൊണ്ടുവന്നാൽ മതി. ബാക്കി +2 പഠിച്ച എല്ലാ കാര്യവും മറന്നേക്ക്. പ്രോബബിലിറ്റി അറിയില്ലെങ്കിലും പേടിക്കേണ്ട. പ്രോബബിലിറ്റിയുടെ വലിയ കാര്യങ്ങളൊന്നുമല്ല, പുതിയ കാര്യങ്ങളും അതും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനല്ല. +2 നമ്മളെടുത്ത് കോയിൻ ടോസ് ചെയ്യുന്ന കഥയാണ് നമ്മുടെ സാർ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ടാവുക അല്ലേ? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വീഴാനുള്ള ചാൻസ്, ടെയിൽ വീഴാനുള്ള ചാൻസ് ഉള്ളത്. അതിന് നമ്മളെടുത്ത് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കേസ്, മുകളിൽ എന്താ വരിക, ഫേവറബിൾ നമ്പർ ഓഫ് കേസ്. എന്നിട്ടാണ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വീഴാം? ഹെഡും വീഴാം, ടെയിലും വീഴാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്തൊക്കെയാണ്? 2. എനിക്ക് ഹെഡ് വീഴേണ്ട പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഹെഡ് എന്ന് പറയുന്ന ഒരാളല്ലേ, സോ 1. എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ 10 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. സോന, മീനു, മീര, അച്ചു, അഖിൽ എന്നൊക്കെ പറഞ്ഞിട്ട് 10 സ്റ്റുഡൻസ് എൻ്റെ ക്ലാസ്സിലുണ്ട്. ഇതിലൊരാൾക്ക് ഞാൻ മുട്ടായി കൊടുക്കാൻ പോവാം. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക്, ഇപ്പോൾ സാറയ്ക്ക് മുട്ടായി കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? എൻ്റെ ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ ഒരാൾക്ക് മുട്ടായി കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/10. സോ പ്രോബബിലിറ്റി ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എൻ ഈവൻ്റ് എന്ന് പറയുന്നത് ഫേവറബിൾ നമ്പർ ഓഫ് കേസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ്. ഈ ഒരു കൺസെപ്റ്റ് മാത്രം +2 പഠിച്ചതിൽ നിന്ന് കൂടെ കൊണ്ടുവരിക. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയാം. +2 പഠിച്ചിട്ട് പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയ്ക്ക് നിൽക്കും. 0ക്കും 1നും ഇടയ്ക്കാണ്. 0 ആവാം, 1 ആവാം, അല്ലെങ്കിൽ ഇതിന് ഇടയ്ക്കുള്ള വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവില്ല, 1നെക്കാളും വലുതും ആവത്തില്ല. ഈ 2 കാര്യങ്ങൾ അറിയാമെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1 - P ഓഫ് A ബാർ ആണ്. ഇപ്പം സാറയ്ക്ക് മുട്ടായി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുമ്പം 1 - സാറയ്ക്ക് മുട്ടായി കിട്ടാതിരിക്കാനുള്ള ചാൻസ്. അപ്പം സാറ അല്ലാണ്ട് ബാക്കി എത്ര കുട്ടികളുണ്ട്? 9 സ്റ്റുഡൻസ് ഉണ്ട് ബൈ 10. അപ്പോൾ 1 - 9/10 എന്ന് പറയുമ്പോഴേക്കും 1/10 തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ P ഓഫ് A എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1ൽ നിന്ന് മൈനസ് ചെയ്താലും മതി. ഓക്കെ, ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് എലിജിബിളാണ്. ഇത്രയും മാത്രം നിങ്ങൾ +2 പഠിച്ചതിൽ കൂടെ കൊണ്ടുവന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്നിവയെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണേ. തുടങ്ങുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ഈ ക്ലാസ് ഉപയോഗപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ rvsmathsacademy.graphy.com എന്നുള്ള പേജിൽ പോകണം. ആ പേജിൽ നിങ്ങളുടെ കോഴ്സ് GCMAT 401 ഓർ GBMAT 401 അത് നിങ്ങൾ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക.
കോഴ്സ് രജിസ്റ്റർ ചെയ്യുക, ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യുക. ഒരു ചെറിയ ഫീസാണ്. ആ ഫീസ് അടയ്ക്കുമ്പം നമുക്ക് എന്തിനാ ഇത്രയും 1200 പേ ചെയ്യണേന്ന് തോന്നുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, 4 മോഡ്യൂൾ മാത്രമല്ല, നമ്മൾ ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ക്രാഷ് കോഴ്സിനൊപ്പം ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സീരീസ് എക്സാം വരുമ്പോഴേക്കും ക്രാഷ് കോഴ്സ് എന്നുള്ള രീതിയിൽ ആ ക്രാഷ് കോഴ്സ് വീഡിയോ കണ്ട് നിങ്ങൾക്കൊരു റിവിഷൻ പോലെ വേണമെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് പോലെ നിങ്ങൾക്ക് എടുക്കാം. അപ്പം നിങ്ങൾക്ക് നല്ല ഉപയോഗപ്പെടുന്നതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഒരു ചെറിയ ഫീസേ ഉള്ളൂ. ഇത്രയും കണ്ടൻറ്റാണ് ഒന്നിച്ച് ഞാനൊരു കുഞ്ഞു ഫീസിൽ തരുന്നത്. അപ്പോൾ ക്ലാസ് ജോയിൻ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണ്, ക്ലാസ് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് തോന്നുമെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ആക്കി കൊടുക്കണം. ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിലേക്ക് പോവാം. ലിങ്കിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കണം. അപ്പോൾ ഫീസ് അടയ്ക്കുമ്പോഴേക്കും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ച് എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റേർഡ് എന്ത് മെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ ക്ലാസ് കാണാൻ ഉദ്ദേശിക്കുന്നത് ആ മെയിൽ ഐ ഡി വളരെ ശ്രദ്ധിച്ച് എൻ്റർ ചെയ്യുക. ഫോൺ നമ്പറും ശ്രദ്ധിച്ച് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഫീസ് അടച്ച് ക്ലാസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലേക്ക്, രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് ഫീസിൻ്റെ റെസിപ്റ്റ് വരും. അത് കഴിഞ്ഞ് നിങ്ങൾ ആ ലിങ്കിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുക. ദെൻ അഗെയിൻ നിങ്ങൾ ഈ ലിങ്കിലോട്ട് കയറിയിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അന്നേരം നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് വരും. ആ OTPയും കൂടെ എൻ്റർ ചെയ്യുമ്പോഴേക്കും പിന്നെ നിങ്ങൾ ക്ലാസ്സിൻ്റെ ആക്സസ് കിട്ടും. നിങ്ങൾ ഏത് കോഴ്സാണോ പർച്ചേസ് ചെയ്ത് അതിലെ ക്ലാസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കുഞ്ഞുങ്ങളെ. ക്ലാസ് തുടർന്ന് കാണുക. നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സ്പെരിമെൻറ്റ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഇതിനെ ഞാൻ എക്സ്പെരിമെൻ്റ് എന്ന് എഴുതി വെച്ചിരിക്കണമെന്നല്ലേ. ആ ചാപ്റ്റർ എന്താണെന്നും അതിൻ്റെ ഹെഡിങ് എന്താ ഡിനോട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം അറിയേണ്ട എക്സ്പെരിമെൻ്റാണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറേ ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. എനിക്ക് ഡെഫിനിഷൻ ഒന്നും വേണ്ട, നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞ് കാര്യം പറഞ്ഞുതരാൻ നോക്കാം. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും അല്ല, ഫോമിൽ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുള്ള തരത്തിലുള്ള പ്രോബ്ലമാണ് എല്ലാം വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, പരീക്ഷണം എന്നാണ് മനസ്സിൽ വരുന്നത് അല്ലേ. നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പരീക്ഷണം ചെയ്തിട്ടുള്ളവരായിരിക്കത്തില്ലേ. ലാബിൽ ചെയ്ത പരീക്ഷണം ഓർമ്മ വരുന്നുണ്ടാവും. ഞാനാണെങ്കിൽ എപ്പോഴും കുക്കിംഗ് പരീക്ഷണം ചെയ്യാറുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നതിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻ്റ് എന്നും റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റും റാൻഡം എക്സ്പെരിമെൻറ്റും ഞാൻ എഴുതി വെച്ചു. ഇതെന്താണ് ഈ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്, റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം. ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ് എന്ന് വേറൊന്നുമല്ല, നമുക്കതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നേരത്തെ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് അറിയാമായിരിക്കും. അപ്പം അങ്ങനത്തെ എക്സ്പെരിമെൻറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്. ഞാനൊരു കുഞ്ഞിനോട് പറയുവാണ്, അവന് ഒരു കയ്യിലൊരു 5 ആപ്പിളും മറ്റു കയ്യിൽ 6 ആപ്പിളും കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറയുവാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, 5 + 6 = 11 എന്ന് ആഡ് ചെയ്തെടുക്കും. എന്തായാലും 5 + 6 ആഡ് ചെയ്യുമ്പോൾ 7 എന്ന ആൻസർ കിട്ടത്തില്ലല്ലോ, 9 ഒന്നും കിട്ടത്തില്ലല്ലോ, 11 അല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് അറിയാം, അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരം എക്സ്പെരിമെൻറ്റുകളാണ് എന്തെന്ന് പറയുന്നത്, ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്. ഔട്ട്കം ക്യാൻ ബി പ്രെഡിക്റ്റഡ്. Okay, outcome can be predicted in advance. ആ എക്സ്പെരിമെൻറ്റിന് ആകെ ഒരേ ഒരു ഔട്ട്കമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ഔട്ട്കം നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഔട്ട്കം ക്യാൻ ബി പ്രെഡിക്റ്റഡ്. അതവിടെ കഴിഞ്ഞു, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമുക്ക് വേണ്ടത് റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്തെന്ന് പറഞ്ഞാൽ ഔട്ട്കം ക്യാൻ ബി പ്രെഡിക്റ്റഡ് ആൻഡ് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻ്റ് എന്ന് അത് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ റാൻഡം എക്സ്പെരിമെൻ്റ് എന്തായിരിക്കും, മോർ ദാൻ 1 ഔട്ട്കം ഉണ്ടായിരിക്കും. ഔട്ട്കം കനോട്ട് ബി പ്രെഡിക്റ്റഡ് എന്നല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, മോർ ദാൻ 1 ഔട്ട്കം ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഔട്ട്കം വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിനകത്ത് നമുക്ക് എന്ത് വരാം, മോർ ദാൻ 1 ഔട്ട്കം. മോർ ദാൻ 1 ഔട്ട്കം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതങ്ങ് മനസ്സിലാവേ. ഓക്കെ, അപ്പോൾ ഞാൻ റാൻഡം എക്സ്പെരിമെൻ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. എൻ്റെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്, 10 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. ഈ 10 കുട്ടികളിൽ ഒരാൾക്ക് ഞാനൊരു പേന കൊടുക്കാൻ പോകണം. എൻ്റെ കയ്യിലുള്ള ഈ പെൻ എന്ന് പറയുന്നത് ഈ 10 കുട്ടികളിൽ ആർക്കും ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഇവരുടെ പേരെല്ലാവരെയും ഒരു ലോട്ട് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയിടുവാണ്. അതിനകത്തുനിന്ന് ഞാൻ ഇവരെ ഒരാളെ ചൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ആരെയാണ് കിട്ടുക എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ, നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ ആരുടെ പേരാണ് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ആരുടെ പേര് വേണേലും വരാം. അതായത് ഈ ഈസി ക്ലാസ്സിലെ കുട്ടികളെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയേക്കുന്നതിൽ ആരുടെ പേര് വേണേലും ഞാൻ ലോട്ടിട്ടെടുക്കുമ്പം വരാം. അപ്പോൾ ഇതിൽ ഓരോ കുട്ടികൾ ആരുടെ പേര് വേണമെങ്കിലും വരാം. ആരുടെയൊക്കെ പേര് വരാനാണ് ചാൻസ് ഉള്ളത്, അബിൻ്റെ പേര് വരാം, അബിൻ്റെ പേരേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എഴുതിയിരിക്കുന്ന ആളുടെ പേര് വരാം. അങ്ങനെ ഈ എഴുതിയേക്കുന്ന എല്ലാ കുട്ടികളുടെ പേരും
നമുക്ക് വരാം. ഇങ്ങനെ ഈ എല്ലാ കുട്ടികളുടെ പേരിനെയും കൂടി ഞാനൊരു സെറ്റിനകത്ത് ഡിനോട്ട് ചെയ്യണം. എന്തൊക്കെ കുട്ടികളുടെ പേര് വരാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം ഞാനൊരു സെറ്റിനകത്ത് ഡിനോട്ട് ചെയ്യണമെങ്കിൽ ആ സെറ്റിന് പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ഓക്കെ, ഞാൻ ലോട്ടിട്ടെടുക്കുമ്പം വരുന്ന ഓരോ കുട്ടികളുടെയും പേരിന് ഞാനൊരു സെറ്റിനകത്ത് എഴുതി എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ, എന്തൊക്കെയാണ് എൻ്റെ ഔട്ട്കം, അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഈ സാമ്പിൾ സ്പേസിനകത്തുള്ള ഓരോ ആൾക്കാരെയില്ലേ, ഈ ഓരോ ആൾക്കാരെയും ഔട്ട്കം അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം, ഈവൻ്റ് എന്ന് പറയാം. ഔട്ട്കം എന്നല്ലെങ്കിൽ ഈവൻ്റ് എന്ന് പറയാം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തിന് ഞാനൊരു സെറ്റിൽ ഡിനോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഈ ഔട്ട്കമ്മിനെ നമ്മൾ എന്തെന്നും പറയാം, ഈ ഓരോ ആൾക്കാരും എന്തും ആണ്, ഈവൻറ്റും ആണ്. അപ്പം ഇത് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായൊരു റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മോർ ദാൻ ഒന്ന് ഔട്ട്കം ഉണ്ടാവും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മോർ ദാൻ ഒന്ന് ഔട്ട്കം വരുന്ന കേസിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് കിട്ടുന്ന ഔട്ട്കമ്മിനെ നമ്മളൊരു സെറ്റായിട്ട് ഡിനോട്ട് ചെയ്താൽ അതിനെ സാമ്പിൾ സ്പേസ് എന്ന് പറയും. അതിൽ ഓരോ ആൾക്കാരെയും നമ്മൾ എന്തെന്ന് പറയും, ഔട്ട്കം അല്ലെങ്കിൽ അതിനെ ഈവൻ്റ് എന്നാണ് പറയുന്നത്. ഇനി ഈ സെറ്റിനകത്ത് കിടക്കുന്നില്ല ആൾക്കാരെ, ഇയാളെ നമുക്കൊരു വേരിയബിളായിട്ട് ഡിനോട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഓരോ പ്രാവശ്യം ഇങ്ങനെ പേര് എഴുതുന്ന ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വേരിയബിളായിട്ട് ഡിനോട്ട് ചെയ്ത് എക്സ് എന്ന് പറഞ്ഞിട്ട് എക്സ് ബിലോങ്സ് ടു നമ്മുടെ സാമ്പിൾ സ്പേസ് എസ് എന്നുള്ള ഫോമിൽ. ഇങ്ങനെ ഒരു വേരിയബിളായിട്ട് ഡിനോട്ട് ചെയ്യുമ്പം ആ വേരിയബിൾ നമ്മൾ പറയുന്ന പേരാണ് റാൻഡം വേരിയബിൾ. നമുക്ക് ഓരോ ഔട്ട്കമ്മിനെയും നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഡിനോട്ട് ചെയ്യും. ആ എക്സിനെ ആ വേരിയബിളിനെ പറയുന്നതാണ് റാൻഡം വേരിയബിൾ. ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്കിവിടെ പഠിക്കാനുണ്ട്. റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നല്ലേ, അതും കൂടെ പറഞ്ഞുതരാം. ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, എക്സ് എന്ന് പറയുന്നത്, ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ എനിക്ക് എത്ര കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്, 10 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ലോട്ടിട്ട് എടുത്തപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പിൾ സ്പേസിനകത്തുള്ള ആളാണ്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കത്തില്ല. എക്സ് എന്ന് പറഞ്ഞാൽ ആദിലാവാം, അല്ലെങ്കിൽ അഭിനാവാം, അതുല്യാവാം, ദേവാനന്ദാവാം, സത്യാവാം, കൃഷ്ണപ്രിയ ആവാം, അല്ലെങ്കിൽ ശ്രീനി ആവാം. ഇങ്ങനെ ഈ പറഞ്ഞതിനകത്ത് ആരെങ്കിലും ആയിരിക്കാം എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിസ്ക്രീറ്റ് ആവുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂസ് എന്തായിരിക്കും, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലായിരിക്കും റാൻഡം വേരിയബിൾ. സപ്പോസ് എൻ്റെ ഈ അബിൻ, ആദിൽ, അതുല്യ എന്നുള്ളവർ ഞാനൊരു നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ചോളൂ. അബിൻ്റെ പേരാണ് കിട്ടണമെങ്കിൽ അബിനാണ് റോൾ നമ്പർ 1. സോ അതിന് ഞാനിവിടെ 1 എന്ന് എഴുതും. അബിനെന്ന് പേര് എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്പർ ലൈനിലാവുമ്പോൾ അവൻ്റെ റോൾ നമ്പറിൽ എഴുതാൻ പറ്റുള്ളൂ 1. അടുത്ത ആൾക്ക് ഞാൻ 2, അതിൻ്റെ അടുത്ത ആൾക്ക് 3. അങ്ങനെ ഞാൻ നമ്പർ ഇട്ട് ഇവിടെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്, 10 വരെ ഉണ്ടായിരുന്നു. 10 പേരുടെ നമ്പർ വരെ ഇട്ട് വെച്ചു. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിലോങ്സ് ടു സാമ്പിൾ സ്പേസ്. പക്ഷേ ഇവിടെ ഞാൻ എന്താണ് എഴുതിയേക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്തൊക്കെയാണ്, 1, 2, 3 എക്സെട്ര അപ് ടു 10 വരെ. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള റാൻഡം വേരിയബിളിനെ നമ്മളെന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. എന്നാൽ അതേ സമയത്ത് ചില റാൻഡം വേരിയബിൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് എന്തെന്ന് പറയും, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് നമ്മളെ സ്പീഡ് ഓഫ് എ ബൈക്ക് ആണെന്ന് വിചാരിക്കും, ബൈക്കിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ തന്നെ ഹൈറ്റാണ് നമ്മൾ എടുക്കണം എന്ന് വിചാരിക്കും. എൻ്റെ ഈ ക്ലാസ്സിൽ ഈ പറഞ്ഞ 10 പേരുടെ ഹൈറ്റ് നമ്മളെടുത്തു. അബിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം 175 ആയിരിക്കാം, ആദിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പം 185 ആയിരിക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെ ഹൈറ്റ് നോക്കുമ്പോൾ, അതുല്യയുടെ ഹൈറ്റ് നോക്കുമ്പോൾ ചിലപ്പം 165.3 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കും ഹൈറ്റ്. ഒരാളുടേത് 175 ആണെങ്കിൽ അടുത്ത ആളുടേത് 185. അതുല്യയുടെ ഹൈറ്റ് നോക്കുമ്പോൾ 165.3, അടുത്ത അർജുൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ 180, ദെൻ ദേവാനന്ദിൻ്റെ ഹൈറ്റ് നോക്കുമ്പം 170. ഇങ്ങനെ സത്യയുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും 175 ഇങ്ങനെ പോവുകയാണ്, അല്ലെങ്കിൽ 170.4, 175.3 ഇങ്ങനെ എല്ലാം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റിന് ഒരു റേഞ്ചിൽ പറയും. അതായത് സ്റ്റാർട്ടിങ് ഫ്രം 164 ടു ഏറ്റവും ഹയസ്റ്റ് 185 ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഈ ഹൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് 164 185 ഇടയ്ക്കുള്ള നമ്പർ പറയാൻ പറഞ്ഞാൽ എത്ര എണ്ണേ ഉണ്ടാവത്തുള്ളൂ, ഒരു 10 അല്ലെങ്കിൽ 15 എന്നാണോ പറയാൻ പോകുന്നത്? അല്ല, 164 165 ഇടയ്ക്ക് പോലും ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്. 164 തൊട്ടടുത്ത നമ്പർ പറയാൻ പറഞ്ഞാൽ ഒരാൾ 164.1 എന്ന് പറയും, പക്ഷേ മറ്റൊരു കുഞ്ഞ് പറയും 164.05 എന്ന് പറയും. അപ്പോൾ തന്നെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് അതിനകത്ത് വരുന്നില്ലേ? അങ്ങനെ ഇൻഫിനിറ്റ് നമ്പേഴ്സ്, അതായത് കൗണ്ടബിളി ഇൻഫിനിറ്റ് വരുവാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അതായത് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ നമ്മൾ നല്ല ഇൻ്റർവൽ ആയിട്ടൊക്കെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. A, B എന്നുള്ള ഫോമിലൊക്കെ ഇൻ്റർവൽ ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റാൻഡം വേരിയബിൾ ഒരു ഇൻ്റർവൽ ആയിട്ട് ഒരുപാട് ഇൻഫിനിറ്റ് നമ്പേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. നമുക്ക് എണ്ണാൻ പറ്റുന്ന തരത്തിൽ കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 ചാപ്റ്റർ ഇത് രണ്ടുമാണ്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് മോഡ്യൂളും, രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് അടുത്ത് നമുക്ക് പഠിക്കാം. അടുത്ത മോഡ്യൂളായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുവാണ്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ് നിങ്ങളുടെ സെക്കൻഡ് മോഡ്യൂളായിട്ട് വരുന്നത്. അപ്പുറത്തെ പേജിലുള്ളതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതി, എന്നിട്ട് ഞാൻ എക്സാമ്പിളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഈ ചാപ്റ്ററിൽ വേണ്ട നമ്മുടെ മോഡ്യൂൾ 2-നകത്താണ് എന്താണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ അത് മോഡ്യൂൾ 2-ൽ പഠിക്കാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയില്ല. എന്നെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതൊരു റേഞ്ചാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ക്ലാസ്സിലെ കുട്ടികളുടെ പൊക്കത്തിൻ്റെ ആ ഒരു റേഞ്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെതാണ് ഞാൻ പറഞ്ഞത്. ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ തന്നെ 2 തരത്തിലുണ്ട് കേട്ടോ. കൗണ്ടബിൾ ആവുന്നതുകൊണ്ട്, കൗണ്ടബിളി ഫൈനൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ കൗണ്ടബിളി ഇൻഫിനിറ്റും ഉണ്ട്. കൗണ്ടബിളി ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ഒരു ഷെൽഫിലിരിക്കുന്ന ബുക്കിൻ്റെ എണ്ണം, ഇതൊക്കെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നത്. ഇതിനെയാണ് കൗണ്ടബിളി ഫൈനൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ അടുത്ത് പറയുന്നത് ആകാശത്തുള്ള സ്റ്റാർസിന് എണ്ണാൻ പറഞ്ഞാൽ എണ്ണാൻ പറ്റും, പക്ഷെ തീരുന്നില്ല അല്ലേ. എല്ലാ സ്റ്റാർസും നമുക്ക് അവിടെ കാണാം, കൗണ്ടബിളുമാണ്. പക്ഷേ അവിടെ ഒരു ഇൻഫിനിറ്റ് നമ്പർ ഉണ്ട്, കൗണ്ടബിളി ഇൻഫിനിറ്റ് എന്നുള്ള രീതിയിൽ. ഒരു ചാക്കിലിരിക്കുന്ന അരി, ആ ചാക്കിലിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് എണ്ണാം, പക്ഷേ ശരിക്കും അത് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട് അതിനകത്ത്. എണ്ണി എടുക്കാമെന്ന് പറഞ്ഞാൽ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ശരിക്കും പറഞ്ഞാൽ അതിനൊരു അവസാനമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് 0, 1, 2 എക്സെട്ര n എന്നാണ് ജനറലായിട്ട് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലാസ്സിൽ ഓരോ കുട്ടികളും, ഇപ്പോൾ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ എഴുതിയത്, ഓരോ കുട്ടികൾക്കും നമ്മൾ എന്ത് കൊടുക്കുന്നു, ഞാൻ ആ പെൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ലോട്ടിട്ട് എടുക്കുന്നത്. ഇതിൽ ഓരോ കുട്ടികൾക്കെയും ലോട്ടിൽ വീഴാനുള്ള അവരുടെ ചാൻസ് എത്രയാണ്? ആദിൽ എന്ന് പറയുന്ന കുട്ടിയുടെ പേര് വീഴാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 10 കുട്ടികളിൽ ഒരാളാണ് അവൻ. അപ്പോൾ അവൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10. അതുപോലെ അടുത്ത അർജുൻ്റെ ചാൻസ് എന്ന് പറയുന്നതും 1/10. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഈ കുട്ടികളെ എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 1, 2, 3 എക്സെട്ര അപ് ടു 10 എന്ന് എഴുതിയെന്ന് വെച്ചോ. 3, 4, 5, 6, 7, 8, 9, 10 എന്ന് എഴുതി. ഈ ഓരോ ആൾക്കാരും വീഴാനുള്ള, അതായത് ആദിൽ വീഴാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/10. അതുപോലെ അടുത്ത ആൾ അർജുൻ വീഴാനുള്ള പ്രോബിലിറ്റി 1/10. പിന്നെ ഞാൻ ഓരോ കുട്ടികളുടെ പേര് എഴുതിയില്ല. ഈ ഓരോ ആൾക്കാരുടെ പേരും വീഴാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/10 ആണ്. കാരണം അവിടെ 10 കുട്ടികളിൽ ഒരാളാണ് നമ്മൾ ലോട്ടിട്ടെടുത്തത്, അതുകൊണ്ടാണ് അത് 1/10 ആണ്. സപ്പോസ് 5 കുട്ടികളിൽ ഒരാളെ എടുക്കുമ്പോൾ 1/5, 1/5. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ ഓരോ റാൻഡം വേരിയബിളും വരാനുള്ള പ്രോബബിലിറ്റി, അവരുടെ പ്രോബബിലിറ്റി എഴുതാനുള്ള ചാൻസിന് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് PMF എന്നല്ലെങ്കിൽ എന്തെന്ന് പറയും? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയും. അതിനെ P of x എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ P of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നോ P of x is equal to എന്നോ അങ്ങനെ എന്തെങ്കിലും ആ രീതിയിൽ നമ്മൾ എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, PMF എന്ന് തന്നെ നമ്മൾ ജനറലായിട്ട് ഡിനോട്ട് ചെയ്യും. P of x, ഈ പ്രോബബിലിറ്റി ഇങ്ങനെ എഴുതുന്ന ഈ ഒരു രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനകത്തും ഉണ്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അത് നമുക്ക് അവിടെ എത്തുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയായല്ലോ. എന്താ ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ലോട്ടിടുമ്പോൾ വീഴാനായിട്ടൊരു പ്രോബബിലിറ്റി ഉണ്ട്. ആ പ്രോബബിലിറ്റി നമുക്ക് ഇതേപോലെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. 10 കുട്ടികളെയും വീഴാനുള്ള ചാൻസ് 1/10, 1/10, 1/10. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1/10 10 പ്രാവശ്യമല്ലേ? 1/10 + 1/10 + 1/10 + 1/10 അങ്ങനെ 10 പ്രാവശ്യം 1/10 ആഡ് ചെയ്യുമ്പോൾ 10/10 is equal to എന്തെന്നാണ് കിട്ടുന്നത്? 1. അതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം അതിനകത്തുള്ള റാൻഡം വേരിയബിൾ എക്സിക്യൂട്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ താഴെയുള്ള പ്രോബബിലിറ്റികളെല്ലാം ആഡ് ചെയ്യുമ്പം നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിനകത്തുള്ള കാര്യമാണ് എന്ത് കിട്ടും? 1. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. സമ്മേഷൻ P of x is equal to 1. അതായത് ഒരു എക്സ്പെരിമെൻറ്റിനകത്ത്, റാൻഡം എക്സ്പെരിമെൻറ്റിനകത്തുള്ള എന്താണ് പ്രോബബിലിറ്റികളുടെ സം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഇതെൻ്റെ കുട്ടികളെ ഒന്ന് മനസ്സിൽ നല്ലോണം ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയട്ടെ കുഞ്ഞുങ്ങളെ. സമ്മേഷൻ P of x is equal to 1 എന്ന് പറഞ്ഞ പോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ PMFൽ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0ക്കും 1നും ഇടയ്ക്കായിരിക്കും.
ഞാൻ പറഞ്ഞതപ്പം പ്രത്യേകം ശ്രദ്ധിച്ചല്ലോ, എന്തുവാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലായിരിക്കും. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സംഭവം എപ്പോഴും 0 ആവാം, 1 ആവാം, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കാം. 1നെക്കാളും കൂടത്തുമില്ല, 0യെക്കാളും കുറയത്തുമില്ല. അപ്പോൾ ഈ ഒരു 2 കണ്ടീഷൻ എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചോളണം. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു പോയപ്പോഴേ 1/10 1/10 എന്ന് എഴുതിപ്പോയി. അതായത് ഒരു കുട്ടി ഒരു ലോട്ടിട്ട് എടുത്തപ്പം എൻ്റെ ക്ലാസ്സിലെ 10 കുട്ടികളിൽ ഒരു കുട്ടിയെ കിട്ടാനുള്ള ചാൻസ് 1/10, 10ൽ 1 ആയതുകൊണ്ട് 1/10 എന്ന് പറഞ്ഞു. അത് എല്ലാവർക്കും പ്രോബബിലിറ്റിയുടെ ബേസിക് ഫോമിൽ അറിയാമെന്നുള്ള ഒരു ഓർമ്മയിലാണ് ഞാനത് പറഞ്ഞു പോയത്. നമുക്ക് +2 പഠിച്ച കാര്യങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ഈ ചാപ്റ്ററിനകത്തൊന്നും കുഴപ്പമില്ല. ആവശ്യമുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ നമ്പർ ഓഫ് കേസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ്. ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്നത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും പ്രോബബിലിറ്റി എപ്പോഴും നിൽക്കുന്നത്. ഞാനിവിടെ തൊട്ട് മുന്നേ പറഞ്ഞ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഈ പ്രോബബിലിറ്റി ഈ കിട്ടുന്ന ആൻസർ എല്ലാം 0ക്കും 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു k by 2 is a probability distribution for a random variable that can take values x is equal to 0, 1, 2, 3, 4. Find k p of x less than or equal to 1, p of x greater than 1, p of x greater than or equal to 3 and p of 2 less than or equal to x less than 4. ഇത്രയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കും, ഒന്നുകൂടെ നേരെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കി. ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു k by 2 എന്തെന്ന് പറയുന്നുണ്ട്? അതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതായത് അതൊരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ് ഈ തന്നേക്കുന്നത്. for a random variable that can take values x is equal to 0, 1, 2, 3, 4. for a random variable. റാൻഡം വേരിയബിൾ രണ്ട് തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ ഇത് എന്ത് തരം റാൻഡം വേരിയബിളാണ്? ഡിസ്ക്രീറ്റ്. ഇപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി x equal to 0, 1, 2, 3, 4 എന്ന് പറയുമ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ആ എക്സിന് ഈ ഓരോ വാല്യൂ വരുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സ്, പി ഓഫ് എക്സ് എന്നുള്ളതിന് വരെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് k by 2 എന്നാണ് ഈ തന്നേക്കുന്നത്. അതായത് ഇനി നമുക്കൊരു ടേബിളായിട്ട് ഡിനോട്ട് ചെയ്യണമെങ്കിൽ എക്സിന് എന്തൊക്കെ വാല്യൂ വരും? എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3, 4. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇവിടെ ഫോമിൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു k by 2 ഓക്കെ. എക്സിൻ്റെ വാല്യൂ 0 ആവുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആവുമ്പോൾ ഈ ഫോമിൽ എങ്ങനെ വരും? k by 2 എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പോൾ k by 1 എന്ന് പറഞ്ഞാൽ അതെന്താ? k മാത്രം. എക്സിൻ്റെ വാല്യൂ 1 ആവുമ്പം ഇത് എക്സിൻ്റെ വാല്യൂ മുകളിൽ കിടക്കണം. k by 2 എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഈ ഫോമിൽ എങ്ങനെ വരും? k by 2. എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ഇത് k by 2². ഓക്കെ, k by 2² എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? k by 2² എന്ന് പറഞ്ഞാൽ k by 4 ആണ്. അപ്പോൾ ഞാൻ k by 4 എന്ന് എഴുതിക്കോട്ടെ. അടുത്ത് എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ 2³ എന്ന് പറയും. 2³ എന്ന് പറഞ്ഞാൽ എന്താണത്? k by 8 ആണ്. അടുത്ത് എക്സിൻ്റെ വാല്യൂ 4 ആകുമ്പം k by 2⁴ എന്ന് പറയും. 2⁴ എന്ന് പറഞ്ഞാൽ അത് k by 16 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി PMF ആണ് നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. ക്വസ്റ്റ്യൻ്റെ ടേബിളായിട്ട് തരുന്നതിന് പകരം ഇങ്ങനെ തന്നു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ PMF എഴുതി കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത് അവർ പറഞ്ഞേക്കുന്നത് കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ കെയുടെ വാല്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്ററിനകത്ത് ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താക്കാതെ സാമ്പിൾ സ്പേസ് എന്താ, ഔട്ട്കം എന്താ, ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഓർത്ത് വയ്ക്കേണ്ട ഫോമുല ഇങ്ങനെ എഴുതുന്നതിന് PMF എന്ന് പറയുന്നു. എക്സിൻ്റെ വാല്യൂ 0 മുതൽ എണ്ണാൻ പറ്റുന്ന തരത്തിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞേക്കുകയാണെങ്കിൽ ഇത് ഡിസ്ക്രീറ്റ് ആണെന്നും. പിന്നെ ഒരു കാര്യം പറഞ്ഞു, സമ്മേഷൻ പി ഓഫ് എക്സ് പ്രോബബിലിറ്റിയുടെ സം എപ്പോഴും 1 ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു കാര്യം മാത്രം ഓർത്താലും മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രോബ്ലത്തിലേക്ക് വന്നത്. അപ്പോൾ ആ റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഈ പ്രോബബിലിറ്റിയുടെ എല്ലാ സം എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതായത് നമുക്കറിയാം, വി നോ ദാറ്റ് സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നമുക്ക് ഈ താഴെയുള്ള പ്രോബബിലിറ്റി എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 കിട്ടുമെന്ന് നോക്കാം. k പ്ലസ് k by 2 പ്ലസ് k by 4 പ്ലസ് k by 8 പ്ലസ് k by 16 is equal to 1. ഓക്കെ, നമുക്ക് ഇവിടുന്ന് k കോമൺ ആയിട്ട് എടുത്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? k കോമൺ ആയിട്ട് എടുക്കുമ്പോഴേക്കും ബ്രാക്കറ്റിനകത്ത് ഇതെങ്ങനെയാണ് വരുന്നത്? 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 is equal to 1. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 2 × 4 8 × 8 പ്ലസ് 16 ഇതെല്ലാം കൂടെ LCM എടുത്ത് നോക്കുമ്പോൾ ഇവിടെ വരുന്നത് k × 31/16 ഈക്വൽ ടു 1 എന്നാണ്. ഇതൊരു ചെറിയ സിംപ്ലിഫിക്കേഷനാണ്, കാൽക്കുലേറ്റർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കാണിക്കാത്തത്. ദറ്റ് ഈസ്
k ഈക്വൽ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് k എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. k ഈസ് ഈക്വൽ ടു ഈ 31/16 അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 16/31 എന്നായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്തൊരു കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇതേപോലെ PMF-നകത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന റിസൾട്ട് സമ്മേഷൻ P(x) = 1 എന്നുള്ള റിസൾട്ട് യൂസ് ചെയ്ത് നമ്മളതങ്ങ് ഫൈൻഡ് ചെയ്യും. ഓക്കെ, ഈ k = 16/31 എന്ന് കിട്ടിയതുകൊണ്ട് നമുക്കതിനെ കൊണ്ട് ഈ ടേബിളിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാവോ? ടേബിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കതൊന്ന് വരച്ച് എഴുതി കാണിക്കാം. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കറിയാം ഈ ടേബിൾ എങ്ങനെയായി മാറും. എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയുണ്ട്? 0, 1, 2, 3, 4. ഓക്കെ, ഇങ്ങനെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഞാൻ എഴുതാം. ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല, പക്ഷെ ഞാൻ എഴുതുകയാണ്. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ PMF. അവിടുത്തെ P(x) എന്ന് പറയുന്നത് k മാത്രം. k എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആദ്യം? 16/31. അപ്പം kയുടെ വാല്യൂ 16/31 ഈ 2 കൂടെ വരുമ്പോഴേക്കും അതിന് നമുക്ക് 16/31/2 എന്നല്ലേ? അതായത് 16/31 whole by 2. അതിൻ്റെ അർത്ഥം എന്താ? 16/31 into 2 എന്ന് പറഞ്ഞാൽ 2/1 എന്നാണ്. അതിൻ്റെ റെസിപ്രോക്കൽ 1/2. അപ്പോൾ ഈ ഡിനോമിനേറ്റർ വരുന്ന സാധനത്തിന് ഈ ന്യൂമറേറ്ററുള്ള ആളുമായിട്ട് അങ്ങ് ക്യാൻസൽ ചെയ്താൽ 2ഉം 16ഉം പോകുമ്പോൾ അത് എന്താവും? 8/31. അപ്പോൾ അതേപോലെ 16/31/4 എന്നാണ് പറയുന്നത്. അപ്പോൾ 16ഉം 4ഉം കൂടെ പോകുമ്പോൾ അടുത്ത് വരുന്നത് 4/31. അടുത്ത് 16ഉം 8ഉം കൂടെ പോകുമ്പോഴേക്കും അടുത്ത് വരുന്നത് 2/31. ലാസ്റ്റ് 1/31. കാരണം ഇവിടെ 16 ആയിരുന്നു. ഈ കെയുടെ സ്ഥാനത്ത് 16/31 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് എഴുതിയതാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 16/31 the whole by 2 ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈ ഡിനോമിനേറ്ററിലുള്ള ആൾ എപ്പോഴും റെസിപ്രോക്കലായിട്ട് പോകുമ്പം ഈ ന്യൂമറേറ്ററിൽ വരുന്ന 16/31 into 1 ഈ ഡിനോമിനേറ്റർ ആയിരിക്കും 1/2. അങ്ങനെയാണ് 8/31. അപ്പോൾ അടുത്തതിൽ 16/31 into 1/4. അപ്പോൾ ആ 16ഉം 4ഉം കൂടെ ക്യാൻസലായി പോയിട്ട് ബാക്കി 4. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഈ ടേബിൾ മൊത്തത്തിൽ എഴുതിയത്. അപ്പം നമ്മുടെ PMF കംപ്ലീറ്റ് ആയി. അത് നമ്മുടെ അടുത്ത് ആരും പറഞ്ഞില്ല എഴുതാൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ റൈറ്റ് PMF എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് എഴുതിയാൽ ബാക്കിയുള്ള ചേട്ടന്മാരെ കണ്ടുപിടിക്കാൻ നല്ല ഈസിയാണ്. അതുകൊണ്ടാണ് അത് എഴുതിയത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? P(x) < 1 ഫൈൻഡ് ചെയ്യാനാണ്. എക്സിൻ്റെ വാല്യൂ < 1 ആവുമ്പോൾ ഉള്ള പ്രോബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ. എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3, 4 ഇത്രയും ഉണ്ടല്ലേ. < 1 എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരാം അവിടെ? എക്സിൻ്റെ വാല്യൂ x = 0 വരുമോ? വരും. 1നേക്കാളും ചെറുതല്ലേ. x = 1 വരുമോ? വരും. x = 1 ആകുന്നത് വരെയുള്ള എല്ലാ ആൾക്കാരും < ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം P(x) = 0 plus P(x) = 1 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ എടുത്തൊന്ന് എഴുതുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു P(x) = 0 എന്തായിരുന്നു? 16/31 plus x = 1 എന്ന് പറഞ്ഞാൽ 8/31. 16 plus 8 എത്ര കുട്ടികളെ? 24/31 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുമായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ P(x) > 1 ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. P(x) > 1 ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കണേ. >1 ഉണ്ടോ അവിടെ? ഈക്വൽ ടു സിമ്പൽ ഉണ്ടോ? ഈക്വൽ ടു സിമ്പൽ ഇല്ല. അപ്പോൾ 1 വേണ്ട. 1നേക്കാളും മുകളിലുള്ള ആൾക്കാർ വേണം. 1നേക്കാളും മുകളിലൂടെ ആരൊക്കെയുണ്ട്? 2, 3, 4. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് P(x) = 2 plus P(x) = 3 plus P(x) = 4 ആണ് വേണ്ടത്. അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴേ P(x) = 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരണേ? 4/31 plus P(x) = 3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2/31 plus P(x) = 4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/31. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 7/31 എന്നാ വരിക. ഓക്കെ, ഈ ആൻസർ ഇവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം പറയട്ടെ. നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് ഈ എല്ലാ ആൾക്കാരുടെയും സം എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ P(a) എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ P(a) എന്ന് പറഞ്ഞാൽ 1 - P(a) ആണ്. ഇവിടെ എന്താണോ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് 1ൽ നിന്ന് മൈനസ് ചെയ്താലും മതി. ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്. ഇത് പ്രോബിലിറ്റിയിൽ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നോക്കിക്കേ, ഈ രീതി കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ കണ്ടുപിടിക്കാൻ? നമുക്ക് P(x) > 1ൻ്റെ ഓപ്പോസിറ്റ് എന്താ കുട്ടികളെ? >1ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ << ബാക്കിയല്ല. 1 മുകളിലോട്ട് 2, 3, 4 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് 0ഉം 1ഉം അല്ലേ. അതാണ് എങ്ങനെ എഴുതാൻ നമുക്ക്? ദിസ് ഈസ് ഈക്വൽ ടു P(x) > 1നെ വേണമെങ്കിൽ നമുക്ക് 1 -
എക്സ് ഗ്രേറ്റർ ദാൻ 1ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 0 1 എന്ന് പറഞ്ഞാൽ അതല്ലേ 0 1 നേരത്തെ നമ്മളിവിടെ എഴുതി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. മനസ്സിലായെന്ന് ഒന്ന് ശ്രദ്ധിച്ചോളേ. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ 1 2 3 അല്ല 1 ഇല്ല 2 3 4, കാരണം ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ തിരിച്ച് വരണം, എക്സ് ലെസ് ദാൻ എന്നായി. ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് അവിടെ ഈക്വൽ ടുവും കൂടെ ഇട്ടു. അപ്പോൾ 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ നമ്മൾ നേരത്തെ 24/31 എന്ന് കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 24/31, which is equal to 31 minus 24 എന്ന് പറഞ്ഞാൽ 7/31. അപ്പോൾ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടുപിടിച്ചത് കാരണം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 1 മൈനസ് കോംപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ഈ ടേബിൾ ഇവിടെ കിടപ്പുണ്ട്, അത് നോക്കിയിട്ട് പറഞ്ഞേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, ഗ്രേറ്റർ ദാൻ 3 എന്നാണെങ്കിൽ പി ഓഫ് 4 മാത്രം മതിയായിരുന്നു. ബട്ട് ഇവിടെ എന്തുണ്ട്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നുകൊണ്ട് ആരും കൂടെ വേണം? 3യും കൂടെ വേണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിൾ ഇവിടെ തന്നിരിക്കുന്ന വേരിയബിളും കൂടെ വേണം. ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിൾ ഒഴിച്ച് ബാക്കിയുള്ളത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഉള്ളതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതുകൊണ്ട് 3യും കൂടെ ചേർത്തെടുക്കണം. എന്തൊക്കെയാണ് വേണ്ടത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4. നോക്കിയേ, എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 2/31 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താ എഴുതിയിരിക്കുന്നത്? 1/31 വിച്ച് ഇസ് ഈക്വൽ ടു 3/31. ആഡ് ചെയ്തപ്പോൾ കിട്ടി. അടുത്ത അപ്പോൾ ആ ക്വസ്റ്റിനും കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 ആണ് അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കുക, എക്സിൻ്റെ വേരിയബിൾ ഏത് മുതൽ വരും? എക്സിൻ്റെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കിടപ്പുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതുകൊണ്ട് പി ഓഫ് 2 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 2 3 4 വേണം കുട്ടികളെ, 4 വേണ്ട. കാരണം എന്താ? ഇവിടെ കണ്ടോ, ലെസ് ദാൻ എന്ന് മാത്രമേ സിമ്പിളുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. അപ്പോൾ 2ഉം 3യും മാത്രം മതി. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. മനസ്സിലാത്തവരുടെ സൈഡിൽ എഴുതി വെച്ചോളണം, അവിടെ 4ഉം കൂടെ എടുക്കാതെ. ഇപ്പോൾ 2 3 4 വേണ്ടേ ടീച്ചർ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയുവാണ് 4 എടുക്കാത്തതിന് കാരണം ഇവിടെ ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ മാത്രമേ വന്നുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, ഈക്വൽ ടുവും കൂടെ വന്നാലേ അതും കൂടെ എടുക്കത്തുള്ളൂ. ഈക്വൽ ടു ഇല്ലെങ്കിൽ നമ്മൾ അയാൾ എടുക്കത്തില്ല. കാരണം ഇവിടെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇവിടെ എടുത്തില്ലല്ലോ. 1 പോവുക, ബാക്കി 1നെക്കാളും വലുതായിട്ടുള്ള ആൾക്കാരല്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3 പ്ലസ് പി ഓഫ് 4 എന്ന് എടുക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഇല്ലാത്തതുകൊണ്ടാണ് പി ഓഫ് 4 എടുക്കാത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2/31 പ്ലസ് 1/31 വിച്ച് ഈസ് ഈക്വൽ ടു 3/31. ഓക്കെ, നമ്മുടെ ഈ തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വീഡിയോയുടെ ലെന്ത് ഇപ്പോൾ തന്നെ കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ തിയറി എല്ലാം പറഞ്ഞു, കാരണം തിയറി ആയിട്ട് ഞാൻ ഒന്നും ഡെഫിനിഷനൊന്നും എഴുതി തന്നിട്ടില്ല. ഡെഫിനിഷനൊന്നും വേണ്ട, നിങ്ങൾ നോട്ട് എഴുതുമ്പോഴും എങ്ങനെ എഴുതിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവണം. ആ കഥ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. എക്സ്പെരിമെൻ്റ് എന്താണെന്നും അതിനകത്ത് എക്സ്പെരിമെൻ്റ് ഔട്ട്കം റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എപ്പോഴാണെന്നും റാൻഡം വേരിയബിൾ എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നും ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ കുറിച്ചാണെന്നും അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ കുറിച്ചാണെന്നും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതിനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. താഴത്തെ പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും? അത് 1 ആയിരിക്കുന്നു. ഇതിൽ ഓരോ പ്രോബബിലിറ്റിയും, അത് മറന്നുപോയത് ഞാൻ ഇതുവരെ ഓർമ്മിച്ചില്ല, ഓരോ പ്രോബബിലിറ്റിയും 0ക്കും 1നും ഇടയ്ക്ക് വരും എന്ന് ഞാൻ എഴുതി. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് ഞാൻ എഴുതി. പക്ഷേ ഞാൻ ചെയ്ത് കാണിച്ചു, ഇപ്പോൾ ഒരിക്കൽ പോലും പറഞ്ഞില്ല. ഇപ്പോൾ നോക്കിക്കേ, കിട്ടിയ ആൻസർ എല്ലാം നോക്ക്. എവിടെ ഈ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0ക്കും 1നും ഇടയ്ക്കല്ലേ? 7/31, 0യുടെയും 1ൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ഇല്ലേ? അപ്പോൾ ഇവിടെ കിട്ടിയ ഈ ആൻസർ ഉണ്ടോ? 3/31. ഇതെല്ലാം എന്താണ്? 0ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു തെറ്റ് വരുത്തി. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 4 ആയിരുന്നു. അപ്പോൾ 4/31 പ്ലസ് 2/31. അപ്പോൾ 4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 6/31 ആണ്. ഇപ്പോൾ എടുത്ത് കാണിച്ചപ്പോൾ അത് വീണ്ടും ശ്രദ്ധിച്ചത്. ഓക്കെ, കൂടുതൽ പ്രോബ്ലം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഫോമുലയും കൂടെ ഒന്നിച്ച് പറഞ്ഞു തന്നിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച രീതിയിലും ഞാൻ നേരത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണിച്ചതില്ലേ, അതിനകത്ത് നിന്നൊക്കെയുള്ള പ്രോബ്ലം ആയിരിക്കും കൂടുതലും ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്തുള്ള വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ പറയും, പക്ഷേ അതിപ്പോൾ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾക്ക് കൺസെപ്റ്റ് നല്ലോണം ക്ലിയർ ആക്കിയതിന് ശേഷം ആ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്തുള്ള വർക്കൗട്ട് പ്രോബ്ലംസ് ഓരോന്നായിട്ട് പറഞ്ഞു തരാം ഞാൻ. ഓക്കെ, വർക്കൗട്ട് പ്രോബ്ലംസ് ചെയ്തും കൂടെ തീർത്തിട്ട് നമുക്ക് ഡിസ്ക്രീറ്റ് അപ്പോൾ തീരും. അപ്പോൾ അടുത്ത ദിവസം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ എന്തൊക്കെ ഫോമുല വരും അതെല്ലാം ഒന്നിച്ച് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ കുട്ടികളെ.